യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 162 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നൂറ്റി 162 ഭാഗത്തേക്ക് ഗിദെയോന്റെ മകനെ പറ്റി നമ്മൾ പഠിച്ചു. എന്നാൽ ഗിദെയോന്റെ അവസാനത്തെ ആ യുദ്ധത്തെ പറ്റിയോട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ദൈവം ഗിദെയോനോട് പറഞ്ഞു, യുദ്ധത്തിന് പോകാ, മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും, തെറ്റുപറ്റിയേല. ദൈവത്തിന് വാക്ക് ഊവെന്ന് പറഞ്ഞാൽ ഊവേ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. മിദ്യാന്യരുടെ കൂടെ ആരെല്ലാം നോക്കാം. ന്യായാധിപന്മാർ പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. മിദ്യാന്യരുണ്ട്, അമാലേക്യരുണ്ട്, കിഴക്കൻ ദേശക്കാരെ മുഴുവനും ആരെ പരാജയപ്പെടുത്താന്? ഇസ്രായേലിനെ ഇല്ലാതാക്കുവാൻ. അവിടെ പറഞ്ഞിരിക്കുന്ന വെട്ടിക്കിളിയെ പോലെ അസംഖ്യം താഴ്വര നിരന്നു. ഇവരോട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. ഗിദെയോന്റെ കൂടെ വെറും 300 പേര് മാത്രം. വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ബൈബിൾ ഭാഷയെ പറഞ്ഞാൽ ശരിക്കും മാനസാന്തരപ്പെട്ടവരല്ലായിരുന്നു. ശരിയാമണ്ണം ദൈവത്തെ അറിഞ്ഞവർ 300 പേര് അവരെ യുദ്ധത്തിന് വേണ്ടി അവരിറങ്ങി തിരിച്ചു. ഈ 300 പേർക്കും ഭയമെന്നു പറഞ്ഞതില്ല. ഗിദെയോന് ഭയമില്ല. ഗിദെയോൻ പറഞ്ഞത് അവർ 100% വിശ്വസിച്ചു. കാരണം മിദ്യാന്യരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ദൈവം പറഞ്ഞു, നീ മിദ്യാന്യരുടെ പാളയത്തിൽ ചെല്ലുക. അവര് പറയുന്നത് ശ്രദ്ധിക്കുക. മിദ്യാന്യരുടെ പാളയത്തിൽ കൂടെ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ധൈര്യത്തോടെ ചെന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയം എന്ന് പറഞ്ഞ കാര്യമില്ല. ദൈവം കൂടെ ഉണ്ടോ? ഭയമില്ല. ഞാൻ ചിലരുടെ മരണത്തിന്റെ അവസാനം ഒരു 3-4 പേരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്തു പ്രത്യാശയോടെ യാത്ര പറയുന്നത്. ഞാൻ പോകുകയാണ്, ദൂതന്മാർ വന്ന് നിൽക്കുന്നു. ഇങ്ങനെയുള്ളത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ചില സംഭവങ്ങളുണ്ട്. കാരണം അവർക്കും മരണത്തെ ഭയമില്ല. എൻ്റെ ഈ ദൂത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെട്ടവരാണോ? നാം അന്ധകാര ശക്തിയെ ഭയപ്പെടേണ്ട. ലോകത്തെ നമ്മൾ ഭയപ്പെടേണ്ട. സുവിശേഷ വിരോധികളെ ഭയപ്പെടേണ്ട. കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇത് അവരവിടെ കടന്നു നിന്നപ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ഈ ലോകമനുഷ്യൻ നമ്മളെ പറ്റിയൊക്കെ സ്വപ്നം കാണുമെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾക്ക് എതിരെ ഒരുപാട് ആളുകൾ വരുന്നത്. കാരണം അവർക്കറിയാം നമ്മൾ ആരാന്ന്. അവർ സ്വപ്നം കാണും. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാണെന്നും ദൈവത്താൽ എല്ലാ കാര്യം സാധിക്കുമെന്ന് അവർക്കറിയാം. ആ സ്വപ്നം നമുക്ക് മനസ്സിലാക്കാം. ഒരു യവത്തപ്പം മിദ്യാനുടെ പാളയത്തിൽ ഉരുണ്ടു വന്നു.
യവത്തപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ താമസിക്കുന്നവർക്ക് അത്ര മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കുണ്ടാക്കുന്ന ചപ്പാത്തി അത്രയൊക്കെ ഉള്ളൂ. കൂടാരത്തിൽ വന്ന് ഇടിച്ചു. ഇതെങ്ങനെ ഉരുണ്ട് വന്നു കൂടാരത്തിൽ വന്ന് ഇടിച്ചു. കൂടാരം തള്ളി മറിച്ചിട്ടു. ഒരീച്ചയെ പോലും കൊല്ലാനായിട്ടുള്ള പവർ ഇതിനില്ല, പക്ഷേ കൂടാരം മറിച്ചിട്ടു. ഇനിയും കേട്ടവന്റെ വ്യാഖ്യാനം നന്നായി. സ്വപ്നം കണ്ടത് കറക്റ്റ്, കൂടെ ഉണ്ടായിരുന്നവന്റെ വ്യാഖ്യാനം ഒന്നുകൂടെ കറക്റ്റ്. അവര് പറയുന്നത് ഇത് യോശിയാവിന്റെ മകനായ ഗീദയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. എത്ര കറക്റ്റാ! തിയോളജിയൻസ് പോലും പറയാൻ പറ്റാത്ത അത്ര മനോഹരമായ വാക്കാണ്. ഈ പാളയത്തെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആരുടെ കയ്യിൽ? പരാക്രമശാലിയായ ഗിദെയോന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവജനത്തെ പറ്റി മറ്റുള്ളവരുടെ സ്വപ്നം ഒക്കെ അതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ സുവിശേഷ പ്രവർത്തകരെ പോലെ രക്തസാക്ഷികളായി തീർന്ന ഒരു യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല. 1-2 ലോകമഹായുദ്ധം ഉണ്ടായിട്ട് എല്ലാം കൂടെ കൂട്ടി 5 കോടിയോ 6 കോടിയോ ജനങ്ങളെ മരിച്ചിട്ടുള്ളൂ. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും നോക്കിയാലും രക്തസാക്ഷികളുടെ അംഗസംഖ്യയുടെ ഒപ്പം വന്നിട്ടില്ല. ഈ വിശ്വാസികളെ, ദൈവമക്കളെ ആർക്കും ഒരു ദ്രോഹം ചെയ്യുകയല്ലോ. പിന്നെ എന്തിനാണ് ഇവരെ ഉപദ്രവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മളെക്കാട്ടിലും അവർക്കൊരു യാഥാർത്ഥ്യം അറിയാം. ഇവരിങ്ങനെ പോയാൽ ലോകം മുഴുവൻ ഇവരെ കൊണ്ടു നിറയും. നമ്മളെക്കാട്ടിലും ഇതിന് വലിയ അറിവുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ ദൈവജനം അന്നു മുതൽ ഈ കാലയളവ് വരെയും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. രക്തസാക്ഷികളുടെ എണ്ണം പറയാൻ പറ്റിയല്ല. 300 പേരെ 3 കൂട്ടമായി നിർത്തി. 100. അവരുടെ ആയുധമൊന്ന് നോക്കാം. ഒന്നുമില്ല. ഒരു മൺകുടം എന്തിനുപയോഗിക്കാൻ പറ്റും? ഒരു പന്തം അതെന്തിനുപയോഗിക്കാൻ പറ്റും? ഒരു കാഹളം നീട്ടിയുതാൻ പറ്റും. അവർ ഒരുമിച്ച് 300 പേരും കൂടെ പന്തം കത്തിച്ചു, കുടം പൊട്ടിച്ചു, കാഹളമൂതി. ദൈവത്തിന്റെ ദൂതന്മാർ മിദ്യാന്റെ പാളയത്തിൽ ഇറങ്ങി വന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അവര് കാണുന്നത് മിദ്യാനൊരു അമലേക്കരുമല്ല, ഒരുത്തനെ കാണുന്ന ഇസ്രായേലായിട്ട് കാണുന്ന. അങ്ങ് വാളുകൊണ്ട് വെട്ടി അവരെ പരാജയപ്പെട്ടു. മിദ്യാനിനെ പരാജയപ്പെടുത്തി. അവർ മുഴുവൻ തോറ്റ് ഓടുവാനിടയായി തീർന്നു. എനിക്കൊരു ദൂത് പറയാനുള്ളത്, 300 പേരെ പോലെ ഐക്യവും അനുസരണവും ദൈവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. ഒരുങ്ങുക. ആയിരങ്ങൾ യേശുവിന് വേണ്ടി ഒരുങ്ങുക. ഭാരതത്തിൽ ഉണർവിന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.